നമ്പർ 71, 71-ാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വാക്യപ്രതിവാക്യമായി വായിക്കാം. കർത്താവിന്റെ ഉൾപ്പെടദാസൻ പാസ്റ്റർ കുഞ്ഞുമോൻ അവർ സങ്കീർത്തന വായനയിൽ നമ്മെ ലീഡ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലോ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. 71-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ, നിന്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ചെന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എന്റെ പാറയും എന്റെ കോട്ടയുമാകുന്നുവല്ലോ. എന്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയുള്ളവന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നിന്നെ താങ്ങിയിരിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്നെ എടുത്തവൻ തന്നെ. എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. എന്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടപെടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നു. എന്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്തുടർന്ന് പിടിപ്പീൻ, വിടിവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ദൈവമേ, എന്നോടകന്നിരിക്കരുതേ. എന്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എന്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, നന്മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. എന്റെ വായ് ഇടപെടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ യഹോവയായ കർത്താവിന്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ദൈവമേ, എന്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവർത്തികളെ അറിയിച്ചുമിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നിലയുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. ആ കാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ? അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങൾ ഞങ്ങളെ തിരികെ കയറ്റും. നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എന്റെ ദൈവമേ, ഞാൻ വീണുകൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തയെയും സ്തുതിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. മൃതവാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും ഘോഷിക്കാനും നിൽക്കും. നിന്റെ നീതിയെ കുറിച്ച് സംസാരിക്കും. ഭ്രമിച്ചു പോയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തി നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ നീതിയായ ദൈവമേ, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുവാനാക്കിയവനെ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധിയിൽ വന്ന് അവിടുത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവേ, സഭയായി അടിയങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. അടിയങ്ങളിൽ ഒരു വ്യക്തി പോലും കുറഞ്ഞു പോകുവാനിടയാകാതെ അവിടുത്തെ ചിറകിൻ കീഴിൽ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച വിശ്വസ്തതയ്ക്കായി, പരിപാലനത്തിനായി ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഹല്ലേലൂയ കർത്താവേ. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിനായി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ഇതിൽ നിന്ന് ചിന്തിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ വചനം സംസാരിക്കുമ്പോൾ അവിടുത്തെ ജനത്തിന് അനുഗ്രഹമായി മാറുവാൻ ദൈവം കൃപ ചെയ്യുമാറാകണമേ. ആവശ്യങ്ങളിരിക്കുന്ന വ്യക്തികളിന്മേൽ ദൈവം പ്രവർത്തിക്കുമാറാകണമേ. സമസ്ത വിഷയങ്ങളും ഞങ്ങൾ തൃക്കരങ്ങളിൽ തരുന്നു. സഭയെ മുറ്റുമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും അവിടെയായി നമ്മെ സൂക്ഷിച്ച് പരിപാലിച്ച് വിശ്വസ്തതയെ ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മോടുകൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കൃപകളെ ധ്യാനിപ്പാൻ ഇന്ന് രാത്രിയിലും കർത്താവ് നമുക്ക് ഭാഗ്യം തന്നല്ലോ. നമ്മളിൽ ഒരു വ്യക്തി പോലും കുറഞ്ഞു പോകാൻ ഇടയാകാതെ ദൈവം നമ്മെ സൂക്ഷിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നെയും കുടുംബത്തെയും ആമേൻ ദൈവത്തിന് സ്തോത്രം കർത്താവ് അത്ഭുതകരമായി കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തിയെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശേഷാൽ ഞങ്ങളുടെ മാതാവിന് അല്പപ്രയാസമുണ്ടായി, എന്നാൽ ഇപ്പോൾ അല്പം സൗഖ്യത്തോടുകൂടി ഭവനത്തിലായിരിക്കാൻ ദൈവം സഹായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയ്ക്കായി പിന്നെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരന്റെ ഒരു അപേക്ഷയാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ആമേൻ. യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു സങ്കീർത്തനക്കാരനെയാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തന്നിൽ ആശ്രയിക്കുന്ന തന്റെ ജനത്തെ ഒരിക്കലും ലജ്ജിപ്പിക്കുവാൻ ഇടയാക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് അനവധി ഹല്ലേലൂയ പ്രാവശ്യം നമ്മൾ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തതാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ തന്നെ ദൈവത്തിന് സ്തോത്രം 20-ാം വാക്യത്തിൽ വായിക്കുന്നത് അനവധി കഷ്ടങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നിട്ടും ദൈവം നിലനിർത്തി എന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇന്ന് പകലിൽ നമുക്ക് ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതിനെ വിവിധ രീതിയിൽ ഈ സങ്കീർത്തനത്തെ ചിന്തിച്ചാൽ ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ ദൈവം ആയിരിക്കുന്ന 7 സംഗതികൾ. ഒന്ന്, ദൈവം ഉറപ്പുള്ള വാസസ്ഥലം. ദൈവത്തിന് സ്തോത്രം. 2, ദൈവജനത്തിന് പാറ. ദൈവജനത്തിന് കോട്ട. ദൈവജനത്തിന് പ്രത്യാശ, ദൈവജനത്തിന് ആശ്രയം, ബലമുള്ള സങ്കേതം, ഉപദേശകൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഉറപ്പുള്ള വാസസ്ഥലമായി നാം പാർക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഉറപ്പുള്ള വാസസ്ഥലത്ത് പാർപ്പിക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് ഒരു പാറയായ ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് കോട്ടയായ ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രത്യാശ നൽകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മളിൽ ആശ്രയിക്കാൻ പറ്റിയ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതല്ലേമല്ല, ബലമുള്ള സങ്കേതമായ ഒരു നല്ല ദൈവം നമ്മോട് കൂടെയുണ്ട്. ഉപദേശകനായി നമ്മെ ദിനംതോറും വഴി നടത്തത്തക്കവണ്ണം ഉപദേശം തന്ന് നടത്തുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അധിക സമയം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ദൈവത്തിന് സ്തോത്രം. 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. ഞാനോ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാനോ എപ്പോഴും പ്രത്യാശിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പ്രത്യാശിക്കുന്ന ഒരു സങ്കീർത്തനക്കാരനെയാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് സങ്കീർത്തനക്കാരൻ ഇത്രയും പ്രത്യാശ ഉളവാക്കുവാനുള്ളതായ കാരണം? ദൈവത്തിന് സ്തോത്രം. തന്റെ ജീവിതാനുഭവത്തിൽ നോക്കുമ്പോൾ ദൈവം തന്നോടുകൂടെ ഇരുന്ന് തന്നെ നടത്തിയതായ വിധങ്ങൾ അത് അനേകമാണ്. ദൈവത്തിന് സ്തോത്രം. തന്നോടുകൂടെ തന്നെയല്ല, ദൈവത്തിന് സ്തോത്രം, തന്റെ പിതാക്കന്മാരോടുകൂടെ ഇരുന്നവനായ ദൈവം വരുംകാലങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന പ്രത്യാശ തനിക്ക് തന്നിരിക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം, ഇതെല്ലാം ഓർക്കുമ്പോൾ സങ്കീർത്തനക്കാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രത്യാശിക്കത്തക്ക നിലയിൽ
ആമേൻ, കർത്താവ് തന്നെ സൂക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. താൻ പറയുകയാണ്, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. പ്രത്യാശിക്കുക മാത്രമല്ല, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രത്യാശ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം സങ്കീർത്തനം 33-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ഹല്ലേലൂയ. ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇത്ര പ്രത്യാശ വെച്ചിരിക്കുന്നത്? ആമേൻ. സങ്കീർത്തനക്കാരനോട് കൂടെ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്, യഹോവയുടെ ദൃഷ്ടിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഞാനും നിങ്ങളും യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതിന്റെ കാരണം അവന്റെ ദൃഷ്ടി നമ്മളോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും അവന്റെ ദൃഷ്ടി ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ സങ്കീർത്തനക്കാരൻ ചേർന്ന് നമുക്കും പറയാം, ദൈവത്തിന് സ്തോത്രം. യഹോവേ, നിന്റെ ദൃഷ്ടി അടിയങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 9-ാം വാക്യം കൂടെ 37-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം വായിച്ചാട്ടെ. മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹോവയുടെ ദൃഷ്ടി എന്റെ മേൽ ഉള്ളത് കൊണ്ട്, ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഏത് പ്രതികൂല സാഹചര്യങ്ങളും നമ്മുടെ ഗവൺമെന്റ് മുമ്പിൽ വന്നാലും, ഏത് ശത്രുവിന്റെ അനുഭവം നമ്മുടെ മുമ്പിൽ വന്നാലും ശരി, ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ മുൻപാകെ ഞാൻ ഇരിക്കുന്നത് കൊണ്ട്, യഹോവയുടെ ദൃഷ്ടിയിൽ കീഴിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ട്, ആമേൻ, യഹോവയുടെ സന്നിധിയിൽ മിണ്ടാതിരുന്ന് ഞാൻ അവനായി പ്രത്യാശിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്? യഹോവയുടെ ദൃഷ്ടി എന്റെ മേലുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹോവ എനിക്ക് വരുന്ന ആപത്തുകളിൽ നിന്ന്, എനിക്ക് വരുന്ന അനർത്ഥങ്ങളിൽ നിന്ന്, എല്ലാ മഹാമാരിയിൽ നിന്നും വിടിവിച്ചെന്നെ നടത്തുവാൻ തക്കവണ്ണം, ആമേൻ, ശക്തനായ യഹോവയുടെ ദൃഷ്ടി എന്റെ മേൽ ഉള്ളത് കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കും. ദൈവത്തിന് സ്തോത്രം. 37-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യം കൂടെ വായിക്കാം. ദുഷ്പ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. എന്റെ പ്രത്യാശയ എന്തുകൊണ്ടാണ്? ഒരിക്കൽ കൂടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അമേൻ, ദൈവത്തിന് സ്തോത്രം. അമേൻ, ദുഷ്പ്രവർത്തിക്കാർ, ഇന്ന് നല്ലതെന്ന് തോന്നുന്നതായ, ഇന്ന് ദുഷ്ടത ചെയ്യുന്നതായ ദുഷ്ടന്മാർ ചിന്തിക്കും, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നന്നായിരിക്കുന്നു, ഞങ്ങളെ കൊണ്ടെല്ലാം സാധിക്കുമെന്ന് ചിന്തിക്കുന്നതായ ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടുമ്പോൾ യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് നാം, ആമേൻ, നമുക്ക് ലഭിക്കത്തില്ല, നാം ആഗ്രഹിക്കുന്ന നന്മ ലഭിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ, ഈ ഭൂമിയിൽ എനിക്കൊന്നും എനിക്കൊന്നും ലഭിക്കുന്നില്ല, എനിക്ക് അങ്ങനെയുള്ളതായ പ്രത്യാശ, ഞാൻ നഷ്ടപ്പെട്ടു പോയതൊന്നും ചിന്തിക്കേണ്ട. യഹോവയിങ്കൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടപ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, എന്നാൽ യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്കുക, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്കുന്നവനെ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനക്കാരൻ പിന്നെയും പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയെ അവകാശമാക്കത്തക്കവണ്ണം നിന്നെ ഉയർത്തുന്ന ഒരു ദിനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ യഹോവയിൽ പ്രത്യാശയുള്ളവരായി, ധൈര്യമുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. യെശയ്യാ പ്രവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. 8-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാനോ യാക്കോബ് ഗൃഹത്തിന് തന്റെ മുഖം മറച്ചു കളഞ്ഞ് യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നോക്കുക, യാക്കോബ് ഗൃഹത്തിന് തന്റെ മുഖം മറച്ചു കളഞ്ഞാലും ദൈവത്തിന് സ്തോത്രം, യഹോവയെ കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ തള്ളിക്കളഞ്ഞു. ആകയാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിന്റെ സന്തതികളെ തേടി വന്നതാ
പിതാവായ ദൈവം ആമേൻ ഹല്ലേലൂയ അവർ അവനെ തള്ളിക്കളഞ്ഞത് കൊണ്ട് ആമേൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഹല്ലേലൂയ ഇറങ്ങി വന്നവനായ ദൈവം ഹല്ലേലൂയ ഞാനോ യാക്കോബ് ഗൃഹത്തിന് തന്റെ മുഖം മറയ്ക്കുകയുള്ളതും യഹോവ ഭക്തിയായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. യഹോവയിലുള്ള പ്രത്യാശ മുറുകെ പിടിക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ വല്യഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം തന്നെ 38-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം കൂടെ വായിക്കാം. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തയെ പ്രത്യാശിക്കുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പാതാളം ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മരണം നിന്നെ വാഴ്ത്തുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കുഴിയിലിറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയിൽ പ്രശംസിക്കുന്നതുമില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം, യഹോവ പാറയായിരിക്കുന്ന ജനം ഹല്ലേലൂയ ഞാൻ യഹോവയിൽ പ്രത്യാശിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ പ്രത്യാശ കൂടുതലായി നാം മുറുകെ പിടിച്ചിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം കൂടെ വായിക്കാം. ഗ്ലോറി ഹല്ലേലൂയ. പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവിയുണ്ട്. ദൈവത്തിന്റെ പൈതലേ, ഞാനും നിങ്ങളും പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ ഒരു ശുഭഭാവിക്ക് വേണ്ടി ആമേൻ വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ആമേൻ ദൈവത്തിന് സ്തോത്രം അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. അല്പകാലത്തെ പ്രതികൂലം, അല്പകാലത്തെ പ്രതിസന്ധി, അല്പകാലത്തെ ഞെരുക്കം, അല്പകാലത്തെ കഷ്ടത ഒന്നും തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായിട്ടാണ്. എന്തിനു വേണ്ടി? നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു നല്ല ശുഭഭാവി വരുവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-22 വാക്യം കൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ എന്താണ് ഞാൻ ഓർക്കുന്നത്? ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. ആമേൻ. ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ കൊണ്ടത്രേ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ അവനിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ആമേൻ, ദുഷ്പ്രവർത്തിക്കാർ അവിടെയായി മുടിഞ്ഞു പോകുമ്പോൾ, ആമേൻ, അവരവിടെയായി ഇല്ലാതാകുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അവർ ഭൂമിയെ കൈവശമാക്കാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാൻ യഹോവ പ്രത്യാശിക്കുന്നത് ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ ദൈവപൈതലേ, പിന്നെയും ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് വിശ്വസ്തയോടെ ദൈവസന്നിധി നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 24-25 വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഗ്ലോറി ഗ്ലോറി. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യാശ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ഈ പ്രത്യാശ കൊണ്ടാണ്. യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശ, ആമേൻ, യഹോവയായ ദൈവത്തിലുള്ള പ്രത്യാശ കൊണ്ടാകുന്നു നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യാശയോ, ആമേൻ, ഹല്ലേലൂയ, പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിനെ? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു ഇന്ന് വരെ നാം കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ നാം അനുഭവിക്കാത്ത, ഇന്ന് വരെ നാം കയറിപ്പോകാത്ത ഒരു ഭാവി പ്രത്യാശയ്ക്കായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. അതിനായിട്ട് ഹല്ലേലൂയ അല്പം ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് ആവശ്യമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുകയാണ്, കാണാത്തതിനായി അതിനായി ക്ഷമയോടെ നാം കാത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു.
ആമേൻ. ദൈവത്തിന് സ്തോത്ര. ഒരു ശുഭഭാവിക്ക് വേണ്ടി പ്രത്യാശിച്ചിരിക്കുന്ന ദൈവ പൈതല്, ആമേൻ, ദൈവത്തിന് സ്തോത്ര. ആമേൻ, ഹല്ലേലൂയ. എല്ലാം പൊറുക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എല്ലാം വിശ്വസിക്കുന്നവരായിരിക്കണം. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ആകയാൽ ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസത്തിന്റെ ദൃഢത നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എല്ലാം വിശ്വസിക്കണം, എല്ലാം പ്രത്യാശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തന്നെയുമല്ല, എന്ത് കഷ്ടത വന്നാലും എന്ത് ഉപദ്രവം വന്നാലും ആമേൻ, നാം എല്ലാം സഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ട്? നമുക്കൊരു നല്ല ശുഭഭാവി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം കൂടെ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നാം ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ആമേൻ. നാം ഒന്നിലും, സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്തുവാണ്? യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. അങ്ങനെ നാം ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ പൈതലേ, നമ്മളുടെ പ്രത്യാശ എത്ര വലിയതാണ്. നമുക്കൊരു നല്ല ശുഭഭാവി നമ്മുടെ കർത്താവ് ഒരുക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകളെ സംസാരിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യം. ദൈവത്തിന് സ്തോത്രം. ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളേ. ഇതാണ് നമ്മുടെ ശുഭഭാവി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. ജീവനോടിരിക്കുന്ന നാം ആ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ ജീവനോടിരിക്കുന്നുവെങ്കിൽ നാം രൂപാന്തരപ്പെടും. അവനോട് കൂടെ നാം ഇതാണ് നമ്മുടെ ഭാവി പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ വലിയ മഹാഭാഗ്യകരമായ മഹാപ്രത്യാശ തന്നതായ നമ്മുടെ കർത്താവ് നമ്മെ ലജ്ജിപ്പിക്കുകയില്ല. അവൻ നമ്മോട് കൂടെയുണ്ട്. ഏത് മഹാമാരി വന്നാലും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏത് പ്രതികൂല സാഹചര്യം വന്നാലും, ഏതില്ലായ്മ വന്നാലും, ഏത് ഞെരുക്കം വന്നാലും, ഏത് ഉപദ്രവം വന്നാലും ആമേൻ, പ്രത്യാശ കൈവിടാതെ ഈ നല്ല ശുഭഭാവിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങി പാർക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയ്ക്കായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ഈ നല്ല ശുഭഭാവി കർത്താവി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ലഭിക്കത്തക്ക വേണം. കർത്താവി, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ എല്ലാം ഓർക്കുന്നവരായി, എല്ലാം സഹിക്കുന്നവരായി ഹല്ലേലൂയ ഞങ്ങൾ തീർന്നുകൊണ്ട് കർത്താവി ഹല്ലേലൂയ എല്ലാം വിശ്വസിക്കുന്നവരായി ആമേൻ എല്ലാം സഹിക്കുന്നവരായി ഞങ്ങൾ തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമോർത്ത് ഒരിക്കലൂടെ എല്ലാവരും ചേർന്ന് നന്ദിയോട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Now we will have the English hymn. Our dear brother Kenneth will lead us in singing Standing on the Promises എന്നുള്ള ആ പാട്ട് Kenneth will lead us in singing. Praise the Lord. Please join me in singing this very old song. All of you, please, song number 51 from our hymn book. Let's begin.
Standing on the promises of Christ, my King. Through eternal ages, let His praises reign. Over the great. Sorry. Let's just begin again. Standing on the promises of Christ, my King. Through eternal ages, let His praises reign. Glory in the highest, I will shout and sing. Standing on the promises of God. Standing on the promises of Christ, my Savior. Standing. I am standing on the promises of God. Standing on the promises that cannot fail. When the howling storms of doubt and fear assail, by the living word of God I shall prevail. Standing on the promises of God. Standing on the promises of Christ, my Savior. Standing. I am standing on the promises of God. Standing on the promises I now can see. Perfect present cleansing in the blood for me. Standing in the liberty where Christ makes free. Standing on the promises of God. Standing on the promises of Christ, my Savior. Standing. I am standing on the promises of God. Standing on the promises of Christ the Lord. Bound to Him eternally by love's strong cord. Overcoming daily with the Spirit's sword. Standing on the promises of God. Standing on the promises of Christ, my Savior. Standing. I'm standing on the promises of God. Standing on the promises of Christ, my Savior. Standing. I am standing on the promises of God. Thank you, Brother Kenneth, for your wonderful hymn. May God bless you. Now we will have the English message. Our dear brother Anu will deliver the message. Praise the Lord. I hope everyone is doing well. And after a long time, God enabled me also be part and come in front of you all and glorify His name. I have a thanksgiving, and I also have a prayer request before I start the message. So the prayer request is, as you all know, Mummy in Alantur is not feeling that well. I know many of you are praying. Please continually pray for her speedy recovery. And Thanksgiving, God added one more year today in my life. And I want to thank God for that. Last 1 year, He was great and has provided everything what my heart had desired of. I was very happy when Pastor today took that psalm
Let me just read one word from that very psalm where it touched me and which has a relationship with my message today. The Psalm 71 verse 8, it says, "My mouth is filled with your praise and with your glory all the day." My mouth is filled with your praise and with your glory all the day. Please, please always put that underlying below the word all the day. And this is where, if you read Psalms 34:1, it says, "I will bless the Lord at all times, and his praise shall continually be in my mouth." Continuously, though this Psalm is written, 71 is written in a distress way, during the time the psalmist was going through a distress, and still what he's saying is, it may be a distress, it may be a blessing, it may be a health, may be a wealth, or whatever sickness, in any situation of my life as a child of God, my only one intention, that is to have his glory and his praise continually in my mouth. And this is where, when we look back and when we study from the word of God, what was the purpose of God's creation? In several parts of the Bible, you can see every creation, what he created was to glorify his name. The sun, moon, star, the earth, the birds, everything, every creatures in here, the galaxies, the universe, everything, even the angels, whom he created, their objective, their primary objective is to worship God. And with that, I just want to concentrate, or want to specifically talk about what is worship. And I know a few weeks back, or I think a few months back, when I got an opportunity, I did touch on that very part, which is worship. Why I'm saying this is, there was pre-COVID times, churches were involved in propagation of the word of God. There was an expansion of kingdom of God which was happening. And suddenly everything came to a standstill. I asked God, what is the plan behind all of this? And it is very clear. This period, what we are seeing right now, 8-9 months we are going on, and there is no clarity till when it will be going. I think and I believe that this is a time where God has provided each one of us to prepare ourselves. Forget about that expansions, forget about all those things we were involved in physically, mentally, or financially, and concentrate on the preparation for the second coming of Christ. And this is where it is very, very important. The most important purpose of our creation itself is worship. So to understand what is worship, we need to read the word of God. And the word of God is so clear about it. There is no doubt about what is God expecting from us as worship. So I'm going to put it in 3 parts. Why do we need to worship? Second is, where do we have to worship? Or when do we have to worship? The third one, how do we have to worship? These 3 things I would like to conclude very soon within the time provided to me. So starting with why. See, we know, we all read Bible. We know our God, who is a sovereign God. We worship him. If you read Psalms 146, you will understand worshiping God for the creation and how he commands it. It's not just the creation, how he commands it. And there is we worship God to show the reverence and adoration. Please understand these words. We are worshiping God to show reverence and adoration. In Isaiah chapter 30, verse 18, I will be just quickly going through these references because of the short time we have in here. It says, we worship God because he's faithful when we are not faithful. Amen. Do you agree with it? We are worshiping God because he is faithful when we are not faithful. That's Isaiah 30:18. And we read in Psalms 13, verse 5, it says that worshiping God for his unfailing love.
We know that unfailing love. Though we all swayed away from his purpose, he sent his only begotten son because of his unfailing love, who was given as a sacrifice so that we can be counted back as sons and daughters. Amen. So we worship God for his unfailing love. He's Alpha and Omega. He is the omnipotent. He is the omniscient. He is the omnipresent. Amen. This is why we need to worship God. Amen. Hallelujah. So now let me go into when. When do we worship? See, I'm going to make some comments in here. We have certain perceptions in our minds. In today's Christian world, there is certain perception. This is where I think God is teaching all of us, or preparing all of us for a mighty work in here. This period is going to, this era is going to move away. We are going to go back into that normal world. And what are we going to do in there? Are we going to be the ones as believers what we were at the start of COVID, or are we going to be a fiery, most vigilant warriors for Christ post COVID era? And this is where this worship is very, very important, understanding what we are doing in the presence of God. So there is a perception among us that when we come to church, we sing song, listen to the word of God, and we do all those expressive things. That's when we worship God. That's a perception. And sometimes we are not able to come out of it. And the worst misconception about worship is that it is for the benefit of the believer. We sometimes worship God for the benefit of the believers. This is the misconception which is out there. What does the word of God say? When and where do you have to worship? The word of God says in 1 Corinthians chapter 10 verse 31, it says, whether you eat and drink or whatever you do. That's the best part, what I like in that verse. Whatever you do, do all for the glory of God. That's what it is meant for, or it is expected by us. And then in Colossians 3:17 it says, and whatever you do in word or deed. It is also, earlier we read that whatever we do in our act from morning till evening or night, whatever we do as an act, we have to give glory to the God, glory to God. But in the Colossians 3:17 it says, whatever you do in word or deed, word in our speaking, do all in the name of Lord Jesus, giving thanks to God the Father through him. So that's where we have to worship him. The best verse which I see in the Bible where we have to be worshiping is 1 Corinthians 3:16. Everybody knows that our bodies are the temple of God. Where does the temple belong? Our body is the temple. And what is the temple carrying? The Spirit of God, the God himself. We are carrying him all around. That means anywhere we go, we should be able to worship God. See, if you look from the Old Testament perspective, there was a defined place for worship where the presence of God used to descend and everybody used to come and worship him. But when you come to the New Testament church, the entire teaching changed by Jesus himself, who says it is not about the gathering. Everyone, your body is the temple, Now you have become a church. Every moment you walk out of your house, what you are carrying is the name of God. And that's where it says what we read in Psalms, we read it in several other scriptures, that the praise or the worship should continually be in our mouth. So the worship is a continuous process. It is not defined within an hour, 2 hour, or 3 hour, or certain day. It is a continuous process which carries on. That's the only purpose what God has from our life, that we are amazed by his wondrous thing. Sometimes I ask, when we go out, are we able to see his handiwork? If you stand on your balcony, look above on the sky, can you imagine that
that creation, what God has done. When we look around those beautiful flowers, those amazing pictures of birds, can you really, that worship comes from your heart saying, this is the God whom I serve. This is the God whom I worship. Worship, the right meaning is bowing down. The worshiping is bowing down in front of the Maker. And this is where God wants us all to be. Now, moving on, let me go into the third part, which is how. How do we have to worship Him? We have seen why and whom we are worshiping. We have seen when and where we have to worship. Now we have to learn, or we have to understand how we have to worship. Every time when we talk about worship, the primary verse which comes in is from John chapter 4, verse 23 and 24. It says, in spirit and in truth. So the spirit and in truth. What is spirit? The Holy Spirit is the spirit there. We have to worship God with Holy Spirit. More than the outside, this Holy Spirit should be able to, this is where I go back to that temple of God, because this temple of God is filled with the Holy Spirit. The transformation happens within first. Then it comes to show, it started showing out to the people outside us. So it starts from within and then it moves outside. So we need to worship God in spirit and in truth. Truth is, Jesus is the truth. I am the way, the truth. So we have to worship God through His Son. This is what the Word of God says in there. We have also seen with a broken spirit and a contrite heart. Without a broken spirit and without a contrite heart, we cannot please God. It also says, I have to rush now because of the time constraint. We need to worship Him in holiness. A chapter I would request everyone to read is Hebrews chapter 12, verse 14 to 29. It talks about what is expected from holiness. It says, I would just read the first part. Strive for peace with everyone and for holiness, without which no one will see the Lord. That detailed it is. Strive for peace with everyone. We cannot worship God if we do not have peace with our brothers, if we don't have peace with our neighbors, if we don't have peace with somebody else. We cannot. That's part of the word called holiness. If you come down, it says, even a beast who touches the mountain, the holy mountain, that beast is supposed to be stoned. That means at the Moses time, Moses says, I fear the Lord. And at the end of that, that chapter, it says that God is a, what does it say? God is a consuming fire. So we are worshiping a God. So there we need holiness. Without holiness, you cannot please God. Whatever you do in externally or outside, or whatever expressions we show as a part of worship, it would not gain any pleasing. Is it Abel's worship or Cain's worship? We need to understand that. God pleased on Abel's worship, not on Cain's worship. So there is a clear distinction between these two. Now the third one, or the next point, is humility. Without humility, you cannot worship God. We know in Ezekiel, book of Ezekiel, there is an excellent chapter. There is an excellent passage where it shows the worship leader himself. Because the moment the pride walked in him, the worship leader was thrown out of the presence of God. So in the presence of God, when we are worshiping God, we cannot have that pride. We need to be humble. Then only that worship comes out or acceptable to God. And we all know this verse: present your bodies as a living sacrifice. Unless and until we sacrifice our bodies, what the infirmities, the sins, we wash with the blood of Christ. Without that, it doesn't complete or doesn't happen to be pleasing worship to God. I want to highlight on one single point before I conclude. There is a clear distinction if you read the word of God, there's a clear distinction between prayer and worship. Sometimes we mix these two. Prayer is a supplication, whereas worship is adoration.
When you adore your Father, you go to him and ask for a supplication and a prayer. The worship is a continuous thing which goes on, carries on from, it is like a breath of what God has given to you, whereas supplication or a prayer is at the time of need. Prayer is a request, but worship is a thanksgiving. Prayer is a conversation. Worship is an expression of gratitude. So prayer is a conversation, whereas worship is an expression of gratitude. Let me just conclude by asking a couple of questions to you. Is your worship completely dependent upon abundance of God's blessing? Are you worshiping God because you have been blessed by God? Do you only worship God for what he can do for you? Are you worshiping God because he can provide you for your daily needs, because he will give you a job? Is that what is leading you to worship God? Do you worship God? This is the key question I want to ask everyone. Do you worship God for our necessity, or do we worship because it is our necessity? I'll repeat that question. Do we worship God because for our necessities, our needs, or do we worship because it is our necessity that I have to worship the Creator, the God, the Almighty God? If an individual does not have right relationship with God, worship is impossible regardless of all actions. Let me end by this message by just highlighting on one story where 10 lepers came to Jesus for a healing. They came with a supplication, a prayer to Jesus. Jesus healed all 10 of them. All of them went, and only one came back. Now let me ask, brothers and sisters, who we are. Are we the one who wants to have that relationship with Jesus, though I have been healed? Or are we those believers who come for the blessings, take the blessings, and then do not continue with that relationship with Jesus? Are we like the 9 who walked away? And maybe next time when they have a need, they will come. They will come in the presence of God. In order for your prayers to be answered, your supplications to be answered, let me tell you, you need to have a adoration to God. You need to have a relationship with God. You cannot use him as an ATM machine. You cannot go to him saying like, I will fast because I want to have this, without having a relationship. Let me tell you, brothers and sisters, this is very important thing what we need to understand. This is a time where God wants us to be prepared. He wants us to enhance our relationship with him. He wants us to be closer to him, not for some need, because it says in Philippians, seek ye first the kingdom of God and everything. You built a relationship with God. He is a father. He will not give you stone instead of bread. He will not give you a snake instead of fish. That's the God what we are worshiping. So from today, I will request, please, that we need to worship God, not just by actions, but from our life, our words, and that should continually be in our mouth. May God bless you all with this verse. Thank you, Brother Anu, for your wonderful and encouraging message. May God bless you.